ഏതായാലും ഇന്നത്തെ മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസിസൊക്കെ ആയിട്ട് നമ്മുടെ ഇൻ ഹൗസ് എക്സ്പെർട്ട് ശ്രീ പ്രദീപ് ചന്ദ്രശേഖർ സാർ ഇപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതാണ്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ഷോ. മോർണിംഗ് വിഷ്ണു, മോർണിംഗ് യുവാസ്. സർ, ആദ്യം ഏതായാലും നമുക്ക് കമ്മോഡിറ്റി മാർക്കറ്റിലോട്ട് തന്നെ ഒന്ന് പോകാം. കമ്മോഡിറ്റി മാർക്കറ്റ് നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് ബ്രെൻറ്റും WT ക്രൂഡൊക്കെ ഇന്നിപ്പോൾ നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ട്രേഡിംഗ് തുടരുന്നത്. ബ്രെൻറ്റിൽ 0.3% നേട്ടം രേഖപ്പെടുത്തുമ്പോൾ WT ക്രൂഡിൽ 0.4% നേട്ടമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്രൂഡിൽ താങ്കളുടെ ടേക്കും ഒപ്പം താങ്കൾ വാച്ച് ചെയ്തിരിക്കുന്ന ലെവൽസ് ഏതൊക്കെയാണ്? വിഷ്ണു, നമ്മൾ സെപ്റ്റംബർ മുതലുള്ള ക്രൂഡ് ഓയിലിന്റെ കേസിലുള്ള പാറ്റേൺ നോക്കുകയാണെങ്കിൽ നമുക്ക് ഗ്രാജുവൽ ആയിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ക്രൂഡ് ഓയിലിന്റെ കേസിൽ കാണാൻ സാധിച്ചിരുന്നു. എങ്കിലും കഴിഞ്ഞ ആഴ്ചത്തിന് തുടക്കം മുതൽ തന്നെ ക്രൂഡിൽ വീണ്ടും നമുക്കൊരു വീക്ക്നെസ് കാണാൻ സാധിച്ചിരുന്നു. ആൻഡ് കഴിഞ്ഞ 4 ദിവസത്തെ ഇടിവിനെ തുടർന്ന് അൺഫോർച്ചുനേറ്റ്ലി ആ ബുള്ളിഷ് സെറ്റപ്പ് നെഗറ്റീവ് ചെയ്ത് പോയിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നേരിയൊരു റിക്കവറി. ഇറ്റ് ഈസ് ഓൺലി ഷോർട്ട് കവറിങ്. ഇത് ഒരിക്കലും ഒരു ബൈയിങ് അവസരമായിട്ട് ഉപയോഗിക്കരുത്. WTI ക്രൂഡിന്റെ കേസിൽ വളരെ ശക്തമായിട്ട് ഒരു റെസിസ്റ്റൻസ് $64 ലെവലിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ വീണ്ടും നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കത്തുള്ളൂ. സർ, ഗോൾഡിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നിപ്പോൾ ഒരു ഫ്ലാറ്റ് ഇടിവിലാണ് ട്രേഡിംഗ് തുടരുന്നത്. നമ്മൾ ഈ ഒരു വീക്കിലി ട്രേഡിംഗ് നോക്കുമ്പോൾ പുതിയൊരു സർവകാല ഉയരമൊക്കെ രേഖപ്പെടുത്തിയാണ് ഗോൾഡ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. താങ്കൾ ഗോൾഡിൽ എന്താണ് താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ? ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യതയാണോ അതോ വീണ്ടും ഒരു കുതിപ്പിന് ഉടനെ തന്നെ ഒരു സാധ്യത തന്നെയാണോ താങ്കൾ കാണുന്നത്? നമ്മൾ സ്വർണത്തിന്റെ പാറ്റേൺ നോക്കുമ്പോഴേ ഓഗസ്റ്റിന്റെ ഒരു മിഡിൽ ടൈം പീരീഡ്, അത് അറൌണ്ട് 15th 20th ആ ഒരു ടൈം പീരീഡ് മുതൽ ഒരു കറക്ഷൻ പോലും ഇല്ലാതെ വലിയൊരു മുന്നേറ്റമായിരുന്നു സ്വർണത്തിന്റെ കേസിൽ കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് തീർച്ചയായിട്ടും ഓവർ ബോട്ട് റീഡിംഗ് ഒക്കെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ $3835 ലെവലിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ പൊസിഷൻസ് ഒന്നും കറന്റ് ലെവൽസിൽ എടുക്കാൻ ശ്രമിക്കരുത്. US മാർക്കറ്റിലോട്ട് വരുമ്പോൾ നേട്ടം തുടരുന്നൊരു കാഴ്ച തന്നെയാണ് നമുക്ക് ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിലും കാണാൻ സാധിച്ചത്. ഡൗ ജോൺസ് 0.17% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. S&P 500 ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിൽ തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നാസ്ഡാക്കിൽ 0.39% നേട്ടമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. US മാർക്കറ്റിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? ബോത്ത് ഡൗ ജോൺസ് ഇൻഡെക്സ് ആൻഡ് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 46,800 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ആയിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാലേ ഈ ഒരു അപ് മൂവ് തുടരാൻ സാധ്യതയുള്ളൂ. അതേവശം കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ടായിട്ട് ഇപ്പോൾ ശ്രദ്ധിച്ച് ഇരിക്കേണ്ട ലെവൽ 46,000 പോയിന്റ്. ഡൗ ജോൺസ് ഇൻഡെക്സ് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് സിറ്റി ബാങ്ക്, ഗോൾഡ്മാൻ സാക്സ്, JP മോർഗൻ, ബാങ്ക് ഓഫ് അമേരിക്ക മുതലായ സ്റ്റോക്സിലൊക്കെ ഒത്തിരി വീക്ക്നെസ്സും പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാങ്കിങ് ഓഹരിയിലെ പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഇന്നലെ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ചെങ്കിലും ഹയർ ലെവൽസിൽ വീണ്ടും പ്രോഫിറ്റ് ടേക്കിംഗ് കാണാനിടയായി. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 24,500 സപ്പോർട്ടായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. നാസ്ഡാക്ക് ഇൻഡെക്സിൽ നമ്മൾ ഏറ്റവും അധികം ഇന്നലെ നമ്മൾ പ്രോഫിറ്റ് ടേക്കിംഗ് കണ്ട ഒരു സ്റ്റോക്ക് ടെസ്ല. ടെസ്ലയുടെ കേസിൽ നമുക്ക് വലിയൊരു മുന്നേറ്റമായിരുന്നു കാണാൻ സാധിച്ചത്. എങ്കിലും ഇന്നലെ ശക്തമായിട്ടൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിരുന്നു. കൈവശം ടെസ്ല സ്റ്റോക്സ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 432 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കരുത്. സർ, ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോൾ നമുക്ക് ബുധനാഴ്ചത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ RBIയുടെ മോണിറ്ററി പോളിസിയുടെ ഒരു നമ്മൾ അറിഞ്ഞൊരു ദിവസമായിരുന്നു. ആദ്യം അറിയേണ്ട താങ്കളുടെ ഒരു ഒപ്പീനിയൻ ഈ ഒരു മോണിറ്ററി പോളിസിയുടെ ഒരു തീരുമാനത്തെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. ഒപ്പം നമുക്ക് അന്നത്തെ മാർക്കറ്റ് നോക്കുമ്പോഴും നമുക്ക് കാണാൻ സാധിച്ച 8 ദിവസത്തെ തുടർച്ചയായ ഇടിവിനെ ഒരു അവസാനിപ്പിച്ചുകൊണ്ട് മാർക്കറ്റ് 0.92% നേട്ടത്തിൽ 24,836 നിലയിൽ നിഫ്റ്റി 50 ക്ലോസ് ചെയ്തതാണ്. നിഫ്റ്റി 50യുടെ ഒരു വ്യൂ കൂടി താങ്കളുടെ നിന്ന് അറിയുന്നുള്ളൂ. വിഷ്ണു, നമ്മൾ മോണിറ്ററി പോളിസി നോക്കുമ്പോഴേക്കും കാര്യമായിട്ട് സർപ്രൈസസ് ഒന്നും തന്നെ ഇല്ലായിരുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 0.5% ഒരു ഇൻട്രസ്റ്റ് കട്ട് പോസിബിലിറ്റി ഉണ്ടായിരുന്നു. ബട്ട് ദേ ഹാവ് ഡെഫേർഡ് ഇറ്റ്. ബട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പോളിസി അനൗൺസ്മെന്റ്സിൽ 2 കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. നമ്പർ 1 ഇസ് ദാറ്റ് ഇൻഫ്ലേഷൻ നിരക്ക് 3.7% ആയിരുന്നു പ്രഡിക്ഷൻ. അത് ഷാർപ്പായിട്ട് ഡൗൺ സൈസ് ചെയ്തിട്ടുണ്ട്. 2.6 പുതിയ പ്രഡിക്ഷൻ.
സോ ഇൻഫ്ലേഷൻ നിരക്ക് കുറയാൻ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കമ്മിറ്റി മീറ്റിംഗ് യോഗം ഡിസംബർ 3 മുതൽ 5 തീയതിക്കിടെ കൂടുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്കൊരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് പ്രതീക്ഷിക്കാം. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് വെച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഷെയർ ചെയ്തത് GDP ഗ്രോത്തിൽ വളരെ പോസിറ്റീവ് ഔട്ട്ലുക്കാണ് നൽകിയിരിക്കുന്നത്, വിച്ച് ഇസ് ആക്ച്വലി എക്സ്ട്രീംലി പോസിറ്റീവ് ഫോർ ദ ഇന്ത്യൻ ഷെയർ മാർക്കറ്റ്. നമ്മൾ ബാങ്കിങ് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും നമുക്ക് ഒത്തിരി ആഴ്ചകൾക്ക് ശേഷം നമുക്ക് വീണ്ടും പ്രൈവറ്റ് സെക്ടർ ബാങ്കിങ് സ്റ്റോക്സിലെ ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിരുന്നു. സോ HDFC ബാങ്കിന്റെ കേസിൽ 940 രൂപയിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. 982 റെസിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് HDFC ബാങ്കിൽ കാണാൻ സാധിക്കും. ആക്സിസ് ബാങ്കിന്റെ കേസിലും നമുക്ക് നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു. ആക്സിസിന്റെ കേസിലും ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. 1180 ആയിരിക്കും അടുത്ത മേജർ റെസിസ്റ്റൻസ്. കോട്ടക് ബാങ്കിന്റെ കേസിലും നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. 2080 ആയിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ. ഒരേ ഒരു സ്റ്റോക്ക് മേജർ സ്റ്റോക്ക് വീക്ക്നെസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു. ഇറ്റ് ഇസ് ICICI ബാങ്ക്. ICICI ബാങ്കിന്റെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയി തുടരുന്നുണ്ട്. മിഞ്ഞാന്നത്തെ ട്രേഡിംഗിൽ നമുക്ക് PSU ബാങ്കിങ് സ്റ്റോക്സിൽ കാര്യമായിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചില്ല. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 56,000 പോയിന്റ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറും. സാർ, നമുക്കിനി സ്റ്റോക്ക് ഇൻ ഫോക്കസിലോട്ട് പോകുമ്പോൾ ആദ്യം ചോദിക്കാനുള്ള ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ടാറ്റ മോട്ടോഴ്സ് ആണ്. ഏതായാലും ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് ഡീമർജർ വാർത്തകളൊക്കെ മാർക്കറ്റിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഏതായാലും റെക്കോർഡ് ഡേറ്റ് ആയിട്ട് ഇപ്പോൾ ഒക്ടോബർ 14 നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ഒരു ക്ലോസിംഗ് നോക്കുമ്പോൾ 5% മുകളിലേക്ക് ഒരു നേട്ടം രേഖപ്പെടുത്തി 718 എന്നൊരു നിലയിലാണ് ടാറ്റ മോട്ടോഴ്സ് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. താങ്കളുടെ ടേക്ക് ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിൽ എന്താണ്? ടാറ്റ മോട്ടോഴ്സിന്റെ കേസിൽ ഓഗസ്റ്റ് അവസാനത്തോടു കൂടി നമുക്ക് വീണ്ടും നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാനിടയായി. ആൻഡ് മെഞ്ഞാന്നത്തെ ആ ശക്തമായ ഒരു ക്ലോസിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. 657 രൂപയിലായിരിക്കും സ്റ്റോപ്പ്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 745 രൂപയിലായിരിക്കും. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ വീണ്ടും നമുക്ക് നല്ല നേട്ടം ഷോർട്ട് ടേം ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. സാറിന് അടുത്തൊരു ഓട്ടോ സ്റ്റോക്കായ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ വ്യൂ ആണ് അറിയേണ്ടത്. നമുക്ക് മാർച്ചിന് ശേഷം നോക്കുമ്പോൾ ഏകദേശം 30% മുകളിൽ നേട്ടം ഓൾറെഡി സ്റ്റോക്ക് നൽകി കഴിഞ്ഞു. ഏതായാലും സെയിൽസ് ഡാറ്റ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഓഹരിയിൽ കമ്പനിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 16% ഒരു ടോട്ടൽ സെയിൽസിൻ്റെ അപ്പാണ് കാണാൻ സാധിച്ചത്. നമ്മൾ ഓഹരി നോക്കുമ്പോൾ 1% നേട്ടത്തിൽ 3463 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. മഹീന്ദ്രയിൽ താങ്കളുടെ ഒരു ടേക്ക് ഇപ്പോൾ എന്താണ്? മഹീന്ദ്രയുടെ കേസിൽ സെപ്റ്റംബർ 9 നമുക്ക് ഓൾ ടൈം ഹൈ നൽകിയത്. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് വീക്കായി മാറിയിട്ടുണ്ട്. ബട്ട് ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്. നമ്മൾ ഷോർട്ട് ടേം ട്രേഡിംഗിന് ഒരു പൊസിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 3503 രൂപയായിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 3680. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ 3390 ആയിരിക്കും. സാറിന് അടുത്തൊരു ഓഹരി ഉള്ളത് IREDA ആണ്. നിലവിൽ 2.68% നേട്ടമാണ് കഴിഞ്ഞ ദിവസത്തെ ട്രേഡിങ്ങിൽ കാഴ്ചവെച്ചത്. 152 ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ആയിട്ട് കാണുന്നത്. ഏതായാലും നമുക്ക് കഴിഞ്ഞൊരു 2 മാസങ്ങളിലൊരു കൺസോൾട്ടേഷൻ ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. താങ്കളുടെ ഒരു ടേക്ക് ഇപ്പോൾ ഈ ഒരു ഓഹരിയിൽ എന്താണ്? IREDA ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ബട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 145 രൂപ. നമ്മൾ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ നമ്മൾ ഇന്നത്തെ ട്രേഡിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 156 രൂപ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് 165 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ ലോങ് ടേം ട്രെൻഡും ബുള്ളിഷായി മാറും. സാർ, നമ്മൾ കല്യാൺ ജുവലേഴ്സ് ഓൾറെഡി നമ്മുടെ മാർക്കറ്റ് പ്ലസ് എപ്പിസോഡിൽ ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ളൊരു സ്റ്റോക്ക് തന്നെയാണ്. അതിൽ താരിഫിന് ശേഷം വലിയ ഇടിവൊക്കെ രേഖപ്പെടുത്തുന്ന ഒരു കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതുമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ 2.5% ഒരു നേട്ടം രേഖപ്പെടുത്താൻ ഓഹരിയിൽ സാധിച്ചിട്ടുണ്ട്. 465 ലാസ്റ്റ് ട്രേഡ് പ്രൈസ്. ഈ ഒരു ഓഹരിയിൽ ബോട്ടം കണ്ടോ? താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? Unfortunately, the answer is no.
കല്യാൺ ജ്വല്ലേഴ്സിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഇതിന്റെ ബോട്ടം കണ്ടുവെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 523 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല. സാറിന് ഈ റൈറ്റ്സിൻ്റെ വ്യൂ ആണ് നമുക്ക് അറിയേണ്ടത്. ഓഹരിയെ സംബന്ധിച്ച് 251 എന്നൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. 2.34% നേട്ടമാണ് ഓഹരി രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. റൈറ്റ്സിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? റൈറ്റ്സിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായി തുടരുന്നു. ഈ സ്റ്റോക്കിൽ നമുക്ക് പൊസിഷൻ ഉണ്ടെങ്കിൽ 240 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ബട്ട് പുതിയൊരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 262 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. സാർ, അടുത്തൊരു ഓഹരി നമുക്ക് ചോദിക്കാനുള്ളത് വിനാട്ടി ഓർഗാനിക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. 0.32% ഇടിവായിരുന്നു ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ കാഴ്ചവെച്ചത്. 1730 എന്നുള്ളൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? വിനത്തി ഇസ് ആക്ച്വലി എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ടൊരു ട്രേഡിംഗ് ലിക്വിഡിറ്റി ഈ സ്റ്റോക്കിൽ കാണുന്നില്ല. സ്റ്റോക്ക് കഴിഞ്ഞ ഒരു 4 ആഴ്ചകളായിട്ട് ഒരു ബ്രോഡ് സൈഡ് വേസ് പാറ്റേൺ ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1618 രൂപയിലായിരിക്കും സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. 1865 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു ബുള്ളിഷ് ട്രെൻഡ് ഈ സ്റ്റോക്ക് നൽകാൻ പോകുന്നുള്ളൂ. സാറിന് നമ്മൾ ഓൾറെഡി മാർക്കറ്റ് പ്ലസിൽ ഡിസ്കസ് ചെയ്ത ഒരു സ്റ്റോക്ക് തന്നെയാണ് അടുത്തതും ചോദിക്കാനുള്ളത്. നെറ്റ് വെബ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇന്നലെ ഒരു ലാസ്റ്റ് ട്രേഡിംഗ് ഡേ നോക്കുമ്പോഴും 11% ഒരു കുതിപ്പാണ് ഓഹരി നടത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസം നോക്കുമ്പോഴും വലിയൊരു മുന്നേറ്റമായിരുന്നു ഓഹരിയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ടേക്കും ഒപ്പം വാച്ച് ചെയ്തുകൊണ്ടിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? നെറ്റ് വെബിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ദിസ് ഇസ് അഗെയിൻ എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ബട്ട് ഈ സ്റ്റോക്കിൽ നമുക്ക് എസ്പെഷ്യലി ഒരു ജൂലൈ മാസത്തിന് ശേഷം ശക്തമായിട്ട് ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നത്. ബട്ട് കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കിടെ കിട്ടിയ നേട്ടത്തിനെ തുടർന്ന് സ്റ്റോക്ക് ഇസ് ലിറ്റിൽ ബിറ്റ് ഓവർ ഹീറ്റഡ്. അതുകൊണ്ട് തന്നെ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 3500 വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. സാറിന് ഈ ഫിനോലെക്സ് കേബിളിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. 820 എന്നുള്ളൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. 0.4% നേട്ടമാണ് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ കാഴ്ചവെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജൂലൈ കൂടാതെ ഓഗസ്റ്റ് മാസങ്ങളിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ഓഹരിയിൽ ബോട്ടം കണ്ടോ? താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇപ്പോഴെന്താണ്? ഫിനോലെക്സ് കേബിളിന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ഈ സ്റ്റോക്കിന്റെ കേസിൽ നമുക്ക് ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 798 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. സാർ, അടുത്തത് LTI മൈൻഡ്രി ആണ്. 0.67% ഇടിവാണ് ലാസ്റ്റ് ട്രേഡിൽ കാഴ്ചവെച്ചത്. 5123 എന്ന പ്രൈസിലാണ് ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. നമ്മൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ നോക്കുമ്പോൾ ഒരു കൺസോൾട്ടേഷനാണ് ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. ഓഹരിയിൽ എന്താണ് താങ്കളുടെ ഇപ്പോഴത്തെ ഒരു നിലപാട്? നമ്മൾ LTI മൈൻഡ്രി സ്റ്റഡി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സ്റ്റോക്കിന് ടാറ്റ കൺസൾട്ടൻസി, ഇൻഫോസിസ്, വിപ്രോ, HCL ടെക് മുതലായ സ്റ്റോക്സിനോടൊപ്പം കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റോക്കിൽ നമുക്ക് അല്പം ശക്തി കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 4900 രൂപയിലായിരിക്കും സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ബട്ട് IT സെക്ടറിൽ ഒരു ടേൺ റൗണ്ട് നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റോക്കിൽ തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. 5225 നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ. സാർ, അടുത്തത് നമുക്ക് അറിയേണ്ട ഒരു ഓഹരി അവൻഡൽ ലിമിറ്റഡ് ആണ്. അവൻഡൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞൊരു 2 മാസം കൊണ്ട് ഓൾമോസ്റ്റ് ഒരു 40% മുകളിലേക്ക് ഒരു നേട്ടം രേഖപ്പെടുത്താൻ ഈ ഒരു കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിലും ഏകദേശം 4% അടുത്തൊരു നേട്ടമായിരുന്നു ഓഹരി കാഴ്ചവെച്ചത്. താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഈ ഒരു ഓഹരിയിൽ എന്താണ്? അവൻഡലിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ പൊസിഷൻ നിലനിർത്താൻ 170 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ബട്ട് ഈ സ്റ്റോക്കിൽ പുതിയൊരു ട്രേഡിംഗ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 184 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ 195 അടുത്ത മേജർ റെസിസ്റ്റൻസ് ലെവൽ.
സാറിന് ഈ റെയിൽവേ സെക്ടറിൽ നിന്നുള്ള IRFCയുടെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. 1.64% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. 125 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞൊരു മാസം നോക്കുമ്പോൾ നേരിയൊരു നേട്ടം രേഖപ്പെടുത്തിയ ഒരു റിട്ടേൺ നൽകിയ ഒരു ക്ലോസിംഗ് ആയിരുന്നു ഓഹരിയിൽ കണ്ടത്. താങ്കളുടെ ഇപ്പോഴത്തെ ഒരു ടേക്ക് IRFCയിൽ എന്താണ്? IRFCയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ്വേസുമായി തുടരുന്നു. ഈ സ്റ്റോക്കിൽ ഒരു ബൈയിങ് ട്രിഗർ ഷോർട്ട് ടേം ട്രേഡിങ്ങിന് നമുക്ക് കിട്ടണമെങ്കിൽ 127 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അടുത്ത റെസിസ്റ്റൻസ് 130 കാണുന്നത്. 130 മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറും. അടുത്തത് സഫാരി ഇൻഡസ്ട്രീസിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. 0.23% ഇടിവിൽ 2183 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. ഓൾ ടൈം ഹൈ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് കാണുന്നത് ഈ ഒരു ഡിസംബറിലായിരുന്നു. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് നേരിയ ഇടിവൊക്കെ രേഖപ്പെടുത്തിയാണ് ഓഹരി ട്രേഡിംഗ് തുടരുന്നത്. ഏകദേശം 20% ഇടിവ് രേഖപ്പെടുത്തിയ നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. സഫാരി ഇൻഡസ്ട്രീസിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോഴെന്താണ്? സഫാരി ഈസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ ഒരു സ്റ്റോക്കിന്റെ കേസിൽ നമുക്ക് കാര്യമായിട്ടൊരു ട്രേഡിംഗ് ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 2135 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിൽ നമുക്ക് ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കണമെങ്കിൽ ആദ്യം തന്നെ 2240 അതിനുശേഷം 2310 റെസിസ്റ്റൻസ് ലെവൽസ് ഇത് ബ്രേക്ക് ചെയ്യണം. സാറിന് ഈ കുമ്മിൻസ് ഇന്ത്യയുടെ വ്യൂ ആണ് അറിയേണ്ടത്. നമുക്ക് ഓഹരി നോക്കുമ്പോൾ 3849 എന്നൊരു പ്രൈസിലാണ് ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. ലാസ്റ്റ് ട്രേഡിൻ്റെ 1.9% ഇടിവായിരുന്നു രേഖപ്പെടുത്തിയത്. ഓഹരി സംബന്ധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നേട്ടം രേഖപ്പെടുത്തിയാണ് ഓഹരി ട്രേഡ് ചെയ്യുന്നത്. മാത്രമല്ല കഴിഞ്ഞ മാസം ഒരു ഓൾ ടൈം ഹൈ കൂടി ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഓഹരി ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? മുന്നോട്ടുള്ള ഒരു സാധ്യതയാണോ അതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണോ നമ്മളിവിടെ പ്രതീക്ഷിക്കേണ്ടത്? വിഷ്ണു, കമിൻസ് ഇന്ത്യയുടെ കേസിൽ നമുക്ക് കഴിഞ്ഞ 3-4 മാസത്തിനിടെ വലിയൊരു മുന്നേറ്റമായിരുന്നു കാണാൻ സാധിച്ചത്. ബട്ട് സെപ്റ്റംബർ മാസത്തിൽ ഒരു നടുവ് മുതൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഗ്രാജുവലി ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആൻഡ് വെരി ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ്. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്ക് ഇതിന്റെ വളരെ ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവലായിട്ടുള്ള 3775 ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു ലെവലിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിൽ തിരിച്ചൊരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കണമെങ്കിൽ 4000 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. സാറിന് നമുക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. ഏതായാലും ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ ആ പ്രോഫിറ്റ് ബുക്കിങ്ങിന് ശേഷം കഴിഞ്ഞ മാസം ഒരു നേട്ടത്തിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ട്രേഡിൻ്റെ നോക്കുമ്പോൾ 4% ഒരു നേട്ടമാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. നിലവിൽ 1861 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ മുന്നോട്ടൊരു സാധ്യത തന്നെയാണോ താങ്കൾ കാണുന്നത്? കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ നമുക്കൊരു ലോങ് ടേം ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ തീർച്ചയായിട്ടും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ആൻഡ് ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 1935. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നീടുള്ള നെക്സ്റ്റ് റെസിസ്റ്റൻസ് 2020. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 2100. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 1750 രൂപ. സാറിന് ഈ JP പവറിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. 1.89% നേട്ടമാണ് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ കാഴ്ചവെച്ചത്. 17 എന്നൊരു പ്രൈസിലാണ് ട്രേഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓഹരിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ജൂലൈയിൽ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം കഴിഞ്ഞ 2 മാസം പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? JP പവറിന്റെ ഫിനാൻഷ്യൽസ് ഒട്ടും മികച്ചതല്ല. ഒത്തിരി സ്പെക്കുലേറ്റീവ് ബൈയിങ് നമുക്ക് കഴിഞ്ഞ മെയ് മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഹൈ വോളറ്റിലിറ്റിയും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ പ്യോർ സ്പെക്കുലേഷൻ ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം 19 രൂപ 20 പൈസയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. 17 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യരുത്. സാറിന് നമുക്ക് GRSCയുടെ വ്യൂ ആണ് അറിയേണ്ടത്. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് 4.5% നേട്ടമാണ് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ കാഴ്ചവെച്ചത്. 2644 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. ഓഹരി സംബന്ധിച്ച് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഒരു ഓൾ ടൈം ഹൈക്ക് ശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിരുന്നെങ്കിലും ഈ ഒരു മാസവും കഴിഞ്ഞൊരു മാസവും നോക്കുമ്പോൾ ഒരു നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡിന് സമാനമായി തന്നെ ഒരു ട്രെൻഡ് റിവേഴ്സലാണോ GRSCയിൽ ഇപ്പോൾ നടക്കുന്നത്? സോ കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, ഭാരത് ഡൈനാമിക്സ്, ഭാരത് ഫോർജ് മുതലായ ഡിഫൻസ് ഓഹരിയിലെല്ലാം വളരെ സിമിലർ ആയിട്ട് ഒരു പാറ്റേൺ കാണാൻ സാധിക്കുന്നത്.
ഗാർഡൻ റീച്ചിന്റെ സ്പെസിഫിക് കേസിൽ നമുക്ക് അഗെയിൻ ലോങ് ടേം ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 2480 രൂപയായിരിക്കും. ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത് 2860. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 2990, 3110, 3240. സാറിന് നമുക്ക് ഓട്ടോ സെക്ടറിൽ നിന്നുള്ള മാരുതി സുസുക്കിയുടെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. 0.4% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തത്. 15,965 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. കഴിഞ്ഞ 2 മാസം കൊണ്ട് ഓൾമോസ്റ്റ് ഒരു 25% മുകളിലേക്ക് നേട്ടം രേഖപ്പെടുത്തി ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതാണ് കഴിഞ്ഞ മാസം ക്ലോസ് ചെയ്തതായിട്ടൊക്കെ കാണുന്നത്. മാരുതിയിൽ താങ്കളുടെ ഒരു ടേക്ക് ഇപ്പോഴെന്താണ്? മാരുതിയുടെ കേസിൽ വലിയൊരു കൺസോൾട്ടേഷൻ ഫേസ് ആയിരുന്നു കഴിഞ്ഞ 5-6 മാസമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചത്. എങ്കിലും പ്രധാനമന്ത്രിയുടെ ഇൻഡിപെൻഡൻസ് ഡേ സ്പീച്ചിന് ശേഷം ഈ സ്റ്റോക്കിൽ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ബ്രേക്ക് ഔട്ട് ആയിരുന്നു ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് വീണ്ടും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിരുന്നു. അതിനുശേഷം ഈ സ്റ്റോക്കിൽ കാര്യമായിട്ട് പ്രോഫിറ്റ് ടേക്കിംഗ് ഒന്നും തന്നെ നടന്നിട്ടില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. 15,600 രൂപയിലായിരിക്കും സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ട്രേഡിംഗിന് ഒരു പൊസിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആഴ്ച ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 16,112 രൂപ. ഇനി നമുക്ക് കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ വ്യൂ ആണ് അറിയേണ്ടത്. 0.14% നേട്ടത്തിൽ 526 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. ഏതായാലും ഓഹരി സംബന്ധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു 2-3 മാസങ്ങളിലായ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലെങ്കിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തിയാണ് ഓഹരി ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി കണ്ടെയ്നർ കോർപ്പറേഷന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്കിന് വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് 518 രൂപയിൽ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു സപ്പോർട്ട് ഈ വരുന്ന സെഷൻസിലൊക്കെ നിലനിർത്താൻ സാധിച്ചാൽ നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കും. ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ റെസിസ്റ്റൻസ് 550, അതിനുശേഷം 570. സാറിന് നമുക്ക് ഹിന്ദുസ്ഥാൻ കോപ്പറിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. ലാസ്റ്റ് ട്രേഡിൻ്റെ 1.7% ഒരു കുതിപ്പ് ഓഹരി നടത്തിയിരുന്നു. 335 എന്നൊരു പ്രൈസിലാണ് ട്രേഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലാസ്റ്റ് മാസം നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു മുന്നേറ്റം നടത്തിയോടൊപ്പം വലിയ രീതിയിലൊരു വോളിയം ഇൻക്രീസ് ചെയ്തൊരു ട്രേഡിങ്ങിൽ നമുക്ക് ഹിന്ദുസ്ഥാൻ കോപ്പറിൽ കാണാനും സാധിക്കുന്നുണ്ട്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ടേക്ക് എന്താണ്? ഇപ്പോഴൊരു ട്രെൻഡ് റിവേഴ്സലായോ? തീർച്ചയായിട്ടും നമുക്ക് ഓഗസ്റ്റ് 29 ശേഷം ഈ സ്റ്റോക്കിൽ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നത്. അതിനെ തുടർന്ന് നാച്ചുറലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. ബട്ട് വളരെ ഷോർട്ട് ടേം ട്രേഡ് ചാർട്ട്സ് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ ഒരു ഓവർ ബോട്ട് സോണിലോട്ട് ഈ സ്റ്റോക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. നമ്മൾ ട്രേഡിംഗ് പർപ്പസസിന് ഒരു ലോങ് പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ 320 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. സാർ, അടുത്തത് മോഷിപ്പ് ടെക്നോളജീസ് ലിമിറ്റഡ് ആണ് അറിയേണ്ടത്. ഓഹരിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ ട്രേഡിങ്ങിൻ്റെ ഏകദേശം 6% അടുത്തൊരു കുതിപ്പാണ് ഓഹരി നടത്തിയത്. 255 എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും നമുക്ക് ലിസ്റ്റിങ്ങിന് ശേഷം നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, കഴിഞ്ഞ മാസമായിരുന്നു ഏറ്റവും കൂടുതലൊരു റിട്ടേൺ ഈ ഒരു ഓഹരി നൽകിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? എംഒഎസ് ചിപ്പിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. 218 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നമ്മൾ ഈ സ്റ്റോക്കിൽ പുതിയ ട്രേഡിംഗ് പർപ്പസിന് ലോങ് പൊസിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 262. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 280. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 295, 310 ആയിരിക്കും. താങ്ക് യു സാർ, ഇത്രയും അപ്ഡേറ്റ്സ് അനാലിസും പ്രേക്ഷകർക്കായി പങ്കുവച്ചു. ഏതായാലും ഒരു മാർക്കറ്റ് പ്ലസിൻ്റെ എപ്പിസോഡ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ഓരോ സ്റ്റോക്കും എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് സ്വയം പഠിക്കുക. ഒപ്പം സെബി രജിസ്ട്രേഡ് അനലിസ്റ്റ് പോലുള്ളവരുടെയൊക്കെ ഒപ്പീനിയൻ നേടിയതിന് ശേഷം മാത്രം നിക്ഷേപിക്കുക. ഏതായാലും നമ്മുടെ അടുത്ത ഷോ എന്ന് പറയുന്നത് മാർക്കറ്റ് സ്ക്രീനറാണ്. ആ ഒരു ഷോയുമായി ഇപ്പോൾ സഫാനും നിഖിലും ജോയിൻ ചെയ്യുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്.